നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോർച്ചുഗൽ കൊളംബിയ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. രണ്ട് ടീമുകളും റൗണ്ട് ഓഫ് 32ലേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പോർച്ചുഗലിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു മത്സരമായിരുന്നു. കൊളംബിയക്കെതിരെ പോർച്ചുഗലിന് ഒരു ടെസ്റ്റ് വന്നപ്പോൾ അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഒരു 4-4-ലിരിക്കുന്ന കൊളംബിയക്കെതിരെ സെന്റർ ഓഫ് ദ പിച്ചിൽ ഓവർലോഡ് ഉണ്ടാക്കാനായിട്ട് പോർച്ചുഗൽ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സെന്ററിൽ വരുന്ന ഓവർലോഡിനെ കൊളംബിയയുടെ ഫ്രണ്ട് ലൈനിലുള്ള രണ്ട് പ്ലേയേഴ്സ് നീറ്റായിട്ട് ഷാഡോ മാർക്ക് ചെയ്തിട്ട് ഒഴിവാക്കി വിടുന്നുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ പോർച്ചുഗൽ തങ്ങളുടെ രണ്ട് ഫുൾ ബാക്സിനെയും ഓവറായിട്ട് അധികം മുകളിലേക്ക് പുഷ് ചെയ്തിരുന്നില്ല. ഇതെന്തിനു വേണ്ടിയിരുന്നു പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്ന 4 പ്ലേയേഴ്സിനെ സ്ട്രെച്ച് ചെയ്തിട്ട് സ്പേസസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. കാരണം ഒരുപാടധികം മുകളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനുള്ള പ്ലേയേഴ്സിനായിരിക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരിക. പ്രത്യേകിച്ച് അവിടെ ഒരു ജാവോ ഫെലിക്സിന് ഒരു ഇൻസൈഡ് ഫോർവേഡ് എന്നുള്ള രീതിക്കാണ് പോർച്ചുഗൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ടാക്ടിക്കലി ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ ഫുൾ ബാക്സിന് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രോഗ്രഷൻസ് നടത്താൻ പറ്റുന്നതാണ്. എപ്പോൾ പോർച്ചുഗൽ ക്വിക്ക് ആയിട്ടുള്ള ബോൾ മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അധികമൊന്നും ആ ഒരു പറഞ്ഞ പാറ്റേണിലൂടെ പോർച്ചുഗലിന് ത്രെറ്റ് വരുത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ പോർച്ചുഗലിന് എങ്ങനെയാണ് കൊളംബിയയുടെ ത്രൂ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നത്? ഈ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ എപ്പോൾ സെപ്പറേറ്റഡ് ആവുന്നു അപ്പോഴായിരുന്നു പോർച്ചുഗലിന് സ്പേസസ് കണ്ടെത്താൻ പറ്റിയിരുന്നത്. ത്രൂ ദ ലൈൻസ് പ്ലേ ചെയ്യാനായിട്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വരുന്ന പ്ലേയേഴ്സിനെ കണ്ടെത്താനായിട്ടും പോർച്ചുഗലിന് ഇന്നലെ സാധിച്ചിരുന്നു. ഇന്നലെ 0-0 എന്നുള്ള സ്കോർ ലൈനാണ് ഗെയിം അവസാനിച്ചത്. സോ ഫൈനൽ തേർഡിലെ എക്സിക്യൂഷനെ കുറിച്ചിട്ടും ഫിനിഷിനെ കുറിച്ചിട്ടും ഞാൻ അധികം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പോർച്ചുഗലിന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്പേസസ് ഒക്കെ കിട്ടിയിട്ടും ഫോർവേഡ് ആയിട്ടുള്ള പാസസ് കൊടുക്കാൻ എന്തോ ഒരു മടിയുണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സൈഡ് വേസ് ആണ് പാസസ് എങ്കിലോ അവിടെ നിന്നിട്ടും എക്സിക്യൂഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ക്രോസസിലായാലും ഫിനിഷിങ്ങിലായാലും പോർച്ചുഗലിന് ഇന്നലെ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ത്രൂ ദ മിഡിൽ പ്രോഗ്രഷൻസ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും ഈ വിറ്റീനയൊക്കെ ഈ ബ്ലോക്കിൻ്റെ ഔട്ട് സൈഡിലേക്ക് വന്നിട്ട് ഹാഫ് സ്പേസസിൽ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രഷൻസ് ഒന്നും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അറ്റാക്കിലേക്ക് മാറ്റാനായിട്ട് പോർച്ചുഗലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ പോലെ വിറ്റീനി ബ്ലോക്കിൻ്റെ പുറത്തേക്ക് വന്നിട്ട് റിസീവ് ചെയ്യാണ്. അവിടെ നിന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രഷനിൽ വിറ്റീനിക്ക് 3 പാസസ് ഇവിടെ ഓപ്പൺ ആണ്. അതായത് ഒന്നല്ലെങ്കിൽ ഇവിടെ ത്രൂ ദ മിഡിൽ റൊണാൾഡോയെ കണ്ടെത്താം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപ്പുറത്ത് വരുന്നിട്ടുള്ള റൂബൻ നെവസിനെ കണ്ടെത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയഗണൽ ആയിട്ടുള്ള സ്വിച്ച് നടത്താം. ആ ഡയഗണൽ ഓപ്ഷനിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ക്യാൻസലോക്ക് അവിടെ ഓവർലാപ്പ് നടത്താനുള്ള സമയമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റൂബൻ നെവസിന് അവിടെ ഹാഫ് സ്പേസസിൽ ഡെപ്തിൽ റണ്ണ് നടത്താം. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു 1v1 സിറ്റുവേഷൻ ആയിരിക്കും പെഡ്രോ നെറ്റോയ്ക്ക് അവിടെ കിട്ടുക. അതോടൊപ്പം തന്നെ ഫെലിക്സിനായാലും റൊണാൾഡോയ്ക്കായാലും ബോക്സിലേക്ക് നമ്പേഴ്സ് കൊടുക്കാനും ക്രോസസിന് ഇപ്പോൾ വരികയാണെങ്കിൽ പോലും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. കാരണം ഒരു മാച്ചപ്പ് സിറ്റുവേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ആ ഒരു സിനാരിയോയിൽ കൂടുതലാണ്. പക്ഷേ ഇത്രയും സാധ്യതകൾ നിലനിൽക്കുമ്പോഴും വിറ്റീനിയ എവിടേക്ക് പാസ് കൊടുക്കുന്നത്? ക്യാൻസലോയ്ക്കാണ് വിറ്റീനിയ നേരെ സ്ക്വയർ ചെയ്തിട്ട് ആ പാസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൊളംബിയയ്ക്ക് കാര്യങ്ങൾ വളരെയധികം എളുപ്പമാണ്. ആ ഒരു ബ്ലോക്ക് തന്നെ ഇറങ്ങി ലോ ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് പോയി അവരുടെ സ്ട്രക്ചർ ഒരിക്കലും പൊട്ടാത്ത വിധത്തിൽ അവർ ഒരു 4-4-2 എന്നുള്ള ഷേപ്പിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. സോ ഇതൊരു കുഞ്ഞ് എക്സാമ്പിളാണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വെർട്ടിക്കാലിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് ഒരു പ്ലെയറെ ഒരു മൊമെന്റ് മാത്രം എടുത്തുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. വേറൊരു ഇൻസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ ബ്രൂണോ ഇവിടെ റിസീവ് ചെയ്തിട്ട് അവിടെ ഇൻഡെപ്തിൽ ഒരു സ്പേസ് ചാനൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. പക്ഷെ ആ ഒരു ഇൻഡെപ്തിലേക്ക് റണ്ണ് നടത്താനായിട്ട് ജാവോ ഫെലിക്സ് തയ്യാറാവുന്നില്ല. അവിടെ ഡീപ്പായിട്ട് തന്നെ അദ്ദേഹം ലൈവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബോൾ സർക്കുലേറ്റ് ചെയ്യാണ് പോർച്ചുഗൽ. സോ ഡേറ്റ മാപ്പിൽ നോക്കുമ്പോൾ ബ്രൂണോ ഒരു സൈഡ് വേസ് പാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മൊത്തത്തിൽ നമുക്ക് അടിച്ച് ആക്ഷേപിക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാലും ഈ ഒരു ടീം കൊഹിഷൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് പോർച്ചുഗലിന് ഈ പറയുന്ന ഗ്രൂപ്പ് സ്റ്റേജസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മാച്ച് ആ ഒരു വിൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അതൊരു വലിയ ടെസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇനി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പോർച്ചുഗലിനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് പോർച്ചുഗലിൻ്റെ ഓഫ് ദ ബോളിലായിരുന്നു. കാരണം ഡിസ്റ്റൻസസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ തെളിവ് ആദ്യത്തെ മിനിറ്റിൽ തന്നെ നമുക്ക് മാച്ചിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു സിനാരിയോയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ മാർക്ക് ചെയ്ത് തുടങ്ങുന്ന അദ്ദേഹം നേരെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള സെൻറ്റർ ബാക്കിനെ പ്രസ് ചെയ്യാൻ പോവാണ്. അത് കുഴപ്പമില്ലാത്ത കേസാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു പ്രസ് തുടർന്നിട്ട് നേരെ ഗോൾ കീപ്പറെ വന്നിട്ട് ഫോളോ ചെയ്യുന്നു. അങ്ങനെ പ്ലേ ഒരു സൈഡിലേക്ക് അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ബാക്കപ്പ് ചെയ്യേണ്ടതാണ്. മറ്റു പ്ലേയേഴ്സിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അദ്ദേഹം തിരിച്ച് സെൻട്രലിൽ റിക്കവർ ചെയ്യുമ്പോൾ റൊണാൾഡോ ഇൻസ്ട്രക്ട് ചെയ്യാണ്
ബോൾ പോയി പ്രസ് ചെയ്യാന്നുള്ള രീതിക്ക്. സോ റിക്കവറി ചെയ്തിരുന്ന അദ്ദേഹം വീണ്ടും അവിടെ നിന്നിട്ട് റൈറ്റ് സെന്റർ ബാക്കിനെ പ്രസ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഓക്കെ, മറ്റു പ്ലേയേഴ്സിന് വേണ്ടി നമുക്ക് റിക്കവർ ചെയ്യാം, വർക്ക് ചെയ്യാം, ഇതൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഓപ്പോസിഷൻ ടീമിന് ഒരുപാട് സമയം കിട്ടും. അത് തന്നെയാണ് ഇവിടെ കൊളംബിയയുടെ കേസിലും ആദ്യത്തെ മിനിറ്റിൽ സംഭവിക്കുന്നത്. ഈ ഒരു സെന്റർ ബാക്കിന് ഒരുപാട് ടൈമും സ്പേസും കിട്ടുന്നു ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് ഒരു ഡയഗണൽ ഹിറ്റ് ചെയ്യാനായിട്ട്. ഡയഗണൽ ഹിറ്റ് ചെയ്യുന്നത് എങ്ങടാ 1v1 വീക്ക് ആയിട്ടുള്ള ക്യാൻസൽ അവരുടെ അടുത്തേക്ക്. ലൂയിസ് ഡിയാസിനെ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോണിലാണ് അവിടെ ലൂയിസ് ഡിയാസ് ബോളുകൾ റിസീവ് ചെയ്തിരുന്നത്, ഡയഗണൽസ് റിസീവ് ചെയ്തിരുന്നത്. അത് തന്നെ സംഭവിച്ച് കൊളംബിയ തങ്ങളുടെ ആദ്യത്തെ മിനിറ്റിൽ പ്യൂർ ആയിട്ടുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്ക് 1 ഓഫ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ ടോട്ടലി അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് പോർച്ചുഗലിന്റെ പ്രസ് വളരെ മോശമായിരുന്നു. ഇന്റൻസിറ്റി ഇല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ, പ്രസ് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കൊളംബിയയ്ക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു. പോർച്ചുഗലിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴും കൊളംബിയനെ എടുത്ത് പാടിപ്പുഴത്തേണ്ട കാഴ്ചകൾ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു പ്രസ്സിങ്ങിലെ പോരായ്മയെ അവർ പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു. എങ്ങനെ ഇത് ചെയ്തത്? റോഡ്രിഗസിന് ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് റോൾ കൊടുക്കുന്നു. ഓൺ പേപ്പറിൽ ഒരു റൈറ്റ് വിങ്ങർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള റോഡ്രിഗസ് പിച്ചിന്റെ മധ്യഭാഗത്തും അല്ലെങ്കിൽ ലെഫ്റ്റ് ഫ്ലാങ്കിലും റൈറ്റ് ഫ്ലാങ്കിലും ഒക്കെ ആയിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നു. ഈ ഒരു പ്രസ്സിംഗ് ഇന്റൻസിറ്റിയെ മുതലെടുക്കാനായിട്ട് കൊളംബിയ അവരുടെ ഫുൾ ബാക്സിനെ ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇത് ഓപ്പോസിഷൻ വിങ്ങറെ ബേറ്റ് ചെയ്യാനും ഇനി ഓപ്പോസിഷൻ വിങ്ങർ ആയിട്ടുള്ള ഫെലിക്സ് ഇന്റൻസിറ്റി ഇല്ലാതെയാണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്തിട്ട് ഡയഗണൽസ് ഹിറ്റ് ചെയ്യാനായിട്ട് കൊളംബിയയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഈ ഡയഗണൽസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ പിച്ചിൽ റോഡ്രിഗസ് വന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്ലോട്ടിംഗ് റോൾ ആയിരുന്നു. ആ റോഡ്രിഗസിന് വന്ന് റിസീവ് ചെയ്യാനുള്ള ഒരു സ്പേസസിലേക്കാണ് ഈ ഡയഗണൽസ് കൊടുത്തിരുന്നത്. ഇതിനാൽ തന്നെ ഒരു സെൻറ്റർ ബാക്കിനെ ഡ്രോ ഔട്ട് ചെയ്തുകൊണ്ടുവരാനും റോഡ്രിഗസിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ഫ്ലാങ്കുകളിൽ ഓവർലോഡ് ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് ഡെപ്തിൽ റണ്ണുകൾ നടത്തുകയാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊളംബിയയ്ക്ക് സാധിച്ചിരുന്നു. ഇതൊരു പോർച്ചുഗലിന്റെ ഡിഫെൻസീവ് വൾണറബിലിറ്റിയും കൂടിയായിരുന്നു. കാരണം ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് റിക്കവർ ചെയ്യാനായിട്ട് പോർച്ചുഗലിന്റെ പ്ലേയേഴ്സ് വളരെയധികം ലേറ്റ് ആയിരുന്നു. ഈ പറയുന്ന വിറ്റീനിക്കും റൂബൻ നെവസിനും ഒരുപാട് ഡിസ്റ്റൻസസ് കവർ ചെയ്യേണ്ട അവസ്ഥയിലേക്കും ഇത് എത്തിപ്പെട്ടു. ഒരു 7v6 എന്നുള്ള സിറ്റുവേഷനൊക്കെ സ്വന്തം ഡിഫെൻസീവ് തേർഡിൽ ഓപ്പോസിഷൻ ടീം പ്ലേ ഔട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ അതൊക്കെ വളരെയധികം ത്രെറ്റനിങ് ആണ്. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രസ്സിങ്ങിനെ സംബന്ധിച്ചിട്ട് പോർച്ചുഗലുണ്ടായിരുന്നു. പിന്നീട് കൊളംബിയ ചെയ്തിട്ടുള്ള ഏറ്റവും ടാക്ടിക്കലായിട്ട് ഒരു ബ്രില്യൻ ഡിസിഷൻ എന്ന് പറയുന്നത് അവരുടെ പ്ലേയേഴ്സിൻ്റെ പ്രൊഫൈൽസ് നല്ല രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു അവരുടെ നമ്പർ 9 അവരെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. അവരുടെ നമ്പർ 9 ആയിട്ടുള്ള കോർഡോബ നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. ഫിസിക്കൽ ഗെയിം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അദ്ദേഹം നമുക്ക് ഇന്നലെ കാഴ്ച വന്നു. വേഗനായിട്ട് ഒരുപാട് ഫിസിക്കൽ ബാറ്റിൽസ് അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു, 1v1s. ഇതിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ബാറ്റിൽസും അദ്ദേഹത്തിന് ഇന്നലെ വിൻ ചെയ്തിട്ട് ചാൻസ് ക്രിയേഷൻസും അല്ലെങ്കിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വേണ്ടത്ര ത്രെറ്റും സപ്പോർട്ടും ട്രാൻസിഷൻസിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു പോർച്ചുഗലിൻ്റെ മറ്റൊരു പ്രശ്നം. കാരണം പെഡ്രോ നെറ്റോ ആയിരുന്നു ഇൻ ബിഹൈൻഡ് പേസ് ഉള്ള അല്ലെങ്കിൽ ട്രാൻസിഷൻസിൽ ത്രെറ്റായിട്ടുള്ള പ്ലെയർ എന്നുള്ളതുണ്ടായിരുന്നത്. ഇതിൽ തന്നെ പല സമയത്തും സപ്പോർട്ടുകളൊക്കെ എത്താനായിട്ട് വൈകുന്ന കാഴ്ച ഉണ്ടായിരുന്നു. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 1v1s ഒന്നും ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു പ്രോഗ്രഷൻ നടന്നിരുന്നാൽ കൂടി അത് എക്സിക്യൂട്ട് ചെയ്യാനും അതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ടും ഒരിക്കലും നല്ല പോർച്ചുഗലിന് സാധിച്ചിരുന്നില്ല. അത് നെറ്റോയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോൾ റൊണാൾഡോയ്ക്കൊക്കെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഫെലിക്സ് ഇപ്പുറത്തെ സൈഡിൽ ട്രാൻസിഷനിൽ വന്നിട്ട് ഓഫ് സൈഡ് ആയിട്ട് പോയിട്ടൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതൊരു 3v2 സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ആ ഒരു ട്രാൻസിഷനിൽ 3v2 സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്നിരുന്നാലും റോബർട്ടോ മാർട്ടിനസിന് ഇപ്പോഴും ആ ഒരു ടീമിനെ കമ്പൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മാച്ച് കണ്ടതിൽ നിന്ന് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കണ്ടറിയാം മറ്റു ടീമുകൾക്കെതിരെ വരുന്നൊരു റൗണ്ട് ഓഫ് 32-ലും റൗണ്ട് ഓഫ് 16-ലും നല്ല ടീമുകൾ വരുമ്പോൾ ഒരു പക്ഷേ ലെവലുകൾ ഇമ്പ്രൂവ് ആയേക്കാം, പ്ലേയേഴ്സ് ടേൺ അപ്പ് ചെയ്തേക്കാം. ഈ പറയുന്ന റൊണാൾഡോ ആയാലും ബ്രൂണോ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ വിറ്റീനി ആയാലും ആരാണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ചുരുക്കാണ്. തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.